ഇൻട്രോ എടുത്തില്ല നീ ഇതുവരെ. അതെടുത്ത് വെച്ചേക്കുന്നത് ഞാൻ നടന്നു വരുമ്പോ എടുക്കാൻ പറ്റില്ല. അതിനങ്ങോട്ട് സുഖമായിട്ട് ഉഷാറായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കണ്ണൂരിലെ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുരയിലാണ്. അപ്പോൾ കഴിഞ്ഞാണ് നമ്മൾ വന്നപ്പോൾ നമ്മൾക്ക് ഉള്ളിൽ കയറാനൊന്നും പറ്റില്ല. എഞ്ചൂടിന് ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ. അപ്പോൾ എഞ്ചൂടും കഴിഞ്ഞാണ് വന്നപ്പോൾ ഇവിടെ വരണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുവന്നു. പക്ഷെ നമ്മൾ അന്നേരം കുളിച്ചിട്ടൊന്നുമില്ലായിരുന്നു, നേരെ വരുന്ന വഴിയായിരുന്നു, അങ്ങനെ വരുന്ന വഴിയായിരുന്നു ട്രിവാൻഡ്രത്തുനിന്ന്. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലൊന്നും കയറാൻ പറ്റിയില്ല, ഉള്ളിൽ കയറിയില്ല. അതുകൊണ്ട് ഇത്തവണ വന്നപ്പോൾ വൈകുന്നേരം തിരിച്ച് പോകുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് തിരിച്ച് പോകുന്ന സമയത്ത് കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്ന് തൊഴുതിറങ്ങി. നട തുറന്ന് കണ്ടല്ലോ എഞ്ചൂട്ടാ? എഞ്ചൂട്ട് നട തുറന്ന് കണ്ടിട്ടേ പുറത്തേക്ക് ഇരുന്നുള്ളൂ എന്നിട്ട് അവിടെ തന്നെ ഇരുന്ന് നട തുറന്നിപ്പോൾ 5:30 ആകുമ്പോഴത്തേക്ക് നട തുറന്ന് 5:30 നട തുറന്ന് നമ്മൾ നട തുറന്ന് കണ്ട്. നമുക്കിവിടെ പറശ്ശിനിക്കടവ് നിന്ന് ബോട്ടിൽ യാത്രയുണ്ട്. അപ്പോൾ ബോട്ടിൽ യാത്ര ചെയ്താൽ നമുക്ക് ശരിക്കും നമ്മുടെ അമ്പലം അമ്പലത്തിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് നല്ല വ്യൂ കിട്ടും. അതുപോലെ തന്നെ ഇവിടുന്ന് ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ മാത്രമല്ല കേട്ടോ, അപ്പുറം ഒരു പാലമുണ്ട് നമുക്ക്. ആ പാലത്തിൻ്റെ അവിടെ നിന്നാലും ശരിക്കും അമ്പലത്തിനെ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എഞ്ചൂടിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് ബോട്ടിൽ പോകാമെന്ന്. അപ്പോൾ വേണ്ട, എന്തിനാ ആര് കയറൽ ബോട്ടിൽ, അങ്ങനെയെല്ലാം പറഞ്ഞ് ലാസ്റ്റ് നടന്ന് അവിടെ എത്തിയിട്ട് പറയും നമുക്ക് ബോട്ടിൽ പോകാമെന്ന്.
പറശ്ശിനിയിൽ പോയാൽ നമുക്ക് ഇവരെ ഒരുപാട് കാണാം കേട്ടോ. ഒരുപാട് നായ്ക്കുട്ടികളുണ്ടാവും. 1 2 എന്നല്ല, ഒരുപാടുണ്ടാവും. അതും ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വരെ ഉണ്ടാവും. കാരണം നമ്മളെ മുത്തപ്പൻ്റെ മെയിൻ ആൾക്കാരാണ് ഇവർ. അപ്പം നമ്മളിങ്ങനെ ഇവർക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്ന കണ്ടിട്ട് 2 മക്കളുണ്ടായിന്. അവർ വന്നിട്ട് അവരും ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് കൊടുക്കാൻ വേണ്ടി നിന്നു. പക്ഷേ ഇവൻ എങ്ങനെയും പോകുന്നില്ല അവരപ്പുറം. അവർ കുറേ കളിച്ചു, പക്ഷെ പോകുന്നില്ല. ബിസ്ക്കറ്റ് കാണിച്ചിട്ടും പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. ലാസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കൊടുക്കൽ നിർത്തിയാൽ ചിലപ്പം പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ലാസ്റ്റ് ഒരുപാട് ട്രിക്ക് എടുത്തിട്ട് കൊണ്ടുപോയി അവനങ്ങ്. പിന്നെ ബിസ്ക്കറ്റ് ഇങ്ങനെ കാണിച്ച് അവനെ കൊണ്ടുപോയി. പിന്നെ അവർ കൊടുത്തു. പിന്നെ നമ്മളിങ്ങ് പോന്നു. ഇതാണ് നമ്മളെ മുത്തപ്പൻ്റെ പ്രസാദം. ഇതിനാണ് ഞാൻ ഇത്രയും സമയം വെയിറ്റ് ചെയ്ത് ഇതും നമുക്കൊരു ചായയും ഉണ്ട്. അതുപോലെ തന്നെ പറശ്ശിനിക്കട വന്ന എല്ലാവർക്കും അറിയാം, ഇവിടെ വന്നിട്ട് പ്രസാദം കഴിച്ചിട്ട് നമുക്കൊരു ചായ കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ ചായ ഉണ്ട്. ആ ചായൻ്റെ ഗ്ലാസ് അവർ കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട്. ഇങ്ങനെ അട്ടിയായിട്ട് നീളത്തിൽ ഭയങ്കര പൊക്കത്തിൽ അത് കൊണ്ടുപോകാം. അത് കൊണ്ടുപോകുന്ന രീതിയുണ്ട്. അത് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ കുറേ നോക്കി, പക്ഷെ നടന്നിട്ടില്ല കാണിക്കാൻ വേണ്ടിയിട്ട്. കയറിയില്ല. ചന്ത കയറിയത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ എങ്ങനെയാ സമയം പോയിരുന്നത്? പക്ഷെ നമ്മൾ ഒരുപാട് വാങ്ങിയിട്ടില്ല, ചുമ്മാ. എന്നിട്ട് ചന്ത എന്ന് പറഞ്ഞാല് ആടിയിലെ ചന്തയല്ല. ഇവിടുത്തെ ചന്ത എന്ന് വെച്ചാല് നമ്മളിപ്പോ കയറിയില്ലേ, കളിപ്പാട്ടും വളയും അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം വിൽക്കുന്ന കട. ചെറിയ വിഗ്രഹങ്ങളില്ല, അതൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു എൻ്റെ വീട്ടാ. മുത്തപ്പനും കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാം വാങ്ങിയിട്ട് ഇറങ്ങുമ്പോൾ എന്നെ നെറ്റി വെച്ചേക്കുന്നു. അപ്പോൾ എന്നിട്ട് വേറെന്തോ വാങ്ങാൻ വേണ്ടി ഇരിക്കുന്നല്ലേ, ഞാൻ അത് വേണ്ട, ഒന്ന് പോയ ഇങ്ങനെ പൈസ കളയാന്നെല്ലാം പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങും കുട്ടികളാണ്. അപ്പോൾ പിന്നെ പൈസക്ക് ഒന്നും ഇതില്ല. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. അവിടെ നിന്ന് വൈൻഡിങ് അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ നിന്ന് നമ്മൾ പിന്നെ ബസ് കയറിയിട്ട് നമ്മളെ പുതിയ തെരുവില്ലേ, പുതിയ തെരു എപ്പത്തെയും പോലെ ബ്ലോക്ക് ഉണ്ടായി. ഞാൻ വിചാരിച്ചിട്ട് എനിക്കിന്ന് പിന്നെ ധർമ്മശാലക്ക് ലാസ്റ്റ് ബസ് 7:30 അത് കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് റിക്ഷ പിടിച്ചിട്ട് നമ്മൾ ധർമ്മശാലക്ക് എത്തി. അവിടെ നിന്ന് ബസ് കിട്ടി, പെട്ടെന്ന് തന്നെ കിട്ടി. അപ്പോൾ സമാധാനപ്പെട്ട് വേഗം റെയിൽവേ സ്റ്റേഷനിൽ എത്താനാണ്. അപ്പോഴത്തേക്ക് നമ്മളെ പുതിയ തെരുവിൽ ബ്ലോക്ക്, മുടിഞ്ഞ ബ്ലോക്ക്. ഞാൻ വെച്ചാൽ ട്രെയിൻ മിസ്സാവുന്നത്. അങ്ങനെ ഓടിപ്പടഞ്ഞ എത്തീന്. അങ്ങനെ തിരിച്ചിവിടെ എത്തി. തിരിച്ചിപ്പോൾ നമ്മൾ ചിറങ്ങീട് ഇറങ്ങി. അപ്പോൾ തിരിച്ചിവിടെ എത്തി. അങ്ങനെ എൻജോയ്ഡ്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല എൻജോയ്ഡ്. പിന്നെ ആദ്യമായിട്ട് എന്ന് ഞാൻ അറിയില്ല, ആദ്യമായിട്ട് പറശ്ശിനിയിൽ പോകുന്നില്ല. ഞാൻ വെച്ചാൽ മുമ്പ് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ അന്ന് പക്ഷെ നമ്മളിത് 2ാമത്തെ തവണ പോകുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ. പക്ഷെ അന്ന് പോയടുത്ത് എൻജോയ്ഡിന് ഉള്ളിൽ കയറിയിട്ടില്ല. നമ്മൾ പിന്നെ ഉള്ളിൽ കയറിയിട്ടില്ല. പിന്നെ ഇന്നലെ പിന്നെ വീട്ടിൽ നിന്ന് വരുമ്പോൾ നല്ല ഫ്രഷായിട്ട് വന്നുകൊണ്ട് ഇന്നലെ കയറി കുറേ സമയം അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് നടയെല്ലാം തുറന്ന് കണ്ട് പിന്നെ പുറത്ത് പോയി. പിന്നെ എൻ്റെ ബോട്ട് പോകുന്നില്ല അത് എന്തിനാന്ന് കളിയാക്കിയാൽ അത് എന്തിനാന്ന് കയറുന്നത്. ലാസ്റ്റ് അവിടെ എത്തിയിട്ട് ബോട്ടിൽ കയറാന്ന് പറഞ്ഞിട്ട് ഒറ്റ കയറല്. അങ്ങനെ ബോട്ടിൽ കയറി ഞാൻ. പക്ഷെ അത് സംഭവം ആദ്യമായിട്ടാണ് എഞ്ചൂട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് ബോട്ടിൽ കയറുന്നത്. ഞാൻ എത്ര തവണ പോയിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ ബോട്ടിൽ കയറിയിട്ടില്ല. എനിക്കതോ പേടിയല്ല, കയറിയിട്ടില്ല. അങ്ങനെ അപ്പം നമ്മൾ പേടിയില്ല. അങ്ങനെ നമ്മൾ ഇന്നലെ ഈ സമയത്ത് നമ്മൾ എൻ്റെ നാട്ടിൽ, ഇന്ന് ഈ സമയത്ത് നമ്മൾ എൻജോയ് നാട്ടിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ടാറ്റാ.